സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും കുക്കോ കുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തത്. ഇന്നും നമ്മൾ വീണ്ടും ഇവിടെ തന്നെ എത്തിയേക്കുവാണ്. കലവറ നോക്കുന്ന സമയത്ത് ഇന്ന് എനിക്ക് പ്രോൺസ് കാണാം, അതുപോലെ തന്നെ മാങ്ങ കാണുന്നുണ്ട്, മൈദ കാണുന്നുണ്ട്, അങ്ങനെ കുറച്ചധികം സംഭവങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡിഷ് കുറച്ച് സംഭവ ബഹുലമാണെന്നാണ് എനിക്ക് കണ്ടിട്ടത് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഷോ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 20 എപ്പിസോഡ് ആവുകയാണ്. അപ്പോൾ 20 എപ്പിസോഡാണെങ്കിലും കണ്ടവർക്കറിയാം എല്ലാ ഫുഡും നമ്മൾ ഉണ്ടാക്കിയത് ഭയങ്കര വെറൈറ്റി ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കരിക്കും ദം ബിരിയാണി തുടങ്ങിയിട്ട് മിഷ്ടി മധുരം വരെ എന്താണെങ്കിലും നമ്മൾ ഇലയിൽ മധുരം ഉണ്ടാക്കി, വാഴയിൽ വെച്ച് നമ്മൾ കുറേ ഫുഡ് ഉണ്ടാക്കി, എല്ലാം വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പീസ് ആയിരുന്നു. ആൻഡ് ഈ റെസിപ്പീസ് എല്ലാം നമ്മുടെ സ്വന്തം ഷെഫിൻ്റെ മാത്രമാണ്, വേറെ ആർക്കും നമ്മൾ റേറ്റ് കൊടുക്കില്ല, നമ്മുടെ ഷെഫിൻ്റെ മാത്രമായിട്ടുള്ള റെസിപ്പീസ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഷെഫിനെ വിളിച്ചിട്ട് ഇന്നത്തെ ഫുഡ് ഐറ്റം എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോദിച്ചാലോ. സോ ലെറ്റ്സ് വെൽക്കം ഷെഫ് നളൻ. എങ്ങനെയുണ്ടായിരുന്നു? എന്നെ ഇങ്ങനെ ആരും പൊക്കി പറഞ്ഞു. അടിപൊളി, തകർത്തു. അല്ല, ഞാൻ പറഞ്ഞൊക്കെ സത്യമാണ്. ഡൈനിലേക്ക് കിങ് നമ്മളിപ്പോ ഡൈനിലേക്ക് കിങ്ങും അപ്പുറത്തൊക്കെയാണ്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, അടിപൊളി, സൂപ്പർ അല്ലേ? 20 എപ്പിസോഡ്, 20 റെസിപ്പീസ് അല്ലേ? ഡിഫറെന്റ് റെസിപ്പീസ്. മധുരം ഉണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക്, സ്പൈസി ഫുഡ് എല്ലാം അല്ലേ, എല്ലാം നിറഞ്ഞ ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു 20 എപ്പിസോഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതെ, നമുക്കപ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോഴേ പ്രോൺസ്, മാങ്ങ, തക്കാളി, മൈദ ഇതെല്ലാം ഉണ്ട്. അരിപ്പൊടിയാ? ഓ ശരി, ഞാൻ മൈദ പറഞ്ഞത് മനസ്സിലായാലും അരിപ്പൊടിയാണ്, മൈദ എല്ലാം. അപ്പൊ നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ വിളിച്ചിട്ട് നമുക്ക് പറയാല്ലേ ഫുഡ് ഐറ്റം എന്താണ്. അപ്പം അപ്പൊ നമുക്ക് ഇൻവൈറ്റ് ചെയ്താലോ? ഞാൻ എക്സൈറ്റഡ് ആണ്, കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ എൻ്റെ കൂടെ അടിപൊളിയായിരുന്നു. ഷെഫിനെ അഗേൻസ്റ്റ് ഇങ്ങനെ സെറ്റായിട്ട് നിന്നാണ്. അപ്പൊ ഈ എപ്പിസോഡിൽ നമ്മൾ വീണ്ടും ഞങ്ങൾ ക്ഷണിക്കുന്നു നമ്മുടെ സ്വന്തം ശരത് സഭ. ഹലോ, ഫുൾ ലുക്കിലല്ലേ? ഞാൻ തന്നെ രോമാഞ്ചം എന്നെ കുറിച്ച് കേട്ടിട്ട്. അച്ചായറൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലേ? പിന്നെ കാണാനല്ല ഭംഗിയുണ്ട്. കഴിഞ്ഞ എപ്പിസോഡ് വേറെ ലുക്ക്, ഇത് വേറെ ലുക്ക്, രണ്ടും എവിടെയും നിൽക്കും, 4 കാലി. അല്ല, നമ്മളെ കഴിഞ്ഞ എപ്പിസോഡ് ഇവിടുന്ന് സാലഡൊക്കെ ഉണ്ടായിക്കൊണ്ട് പോയിട്ട് എന്താണ് നമുക്ക് ശ്രമിക്കാൻ വല്ല സമയം കിട്ടിയോ? സത്യം പറയുകയാണെങ്കിൽ ഇല്ല. ഓണത്തിന് ഒരു വിഭവത്തിന്റെ കൂടെ ഒരു സാലഡ് എന്തായാലും ഉണ്ടാവും. സദ്യയുടെ ഒരറ്റത്ത് എന്തായാലും സാലഡ് ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം എന്നിട്ട് ഇങ്ങോട്ട് വന്ന സമയത്തെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്രയും സാധനങ്ങളൊന്നും ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലായിരുന്നു. ഞാൻ വരുന്ന വഴി തന്നെ ആലോചിച്ചതോ, അവിടെ പോകുന്നു സാലഡ് പോലെ ഇങ്ങനെ ഉണ്ടാകുന്നു, എന്തെങ്കിലും സിമ്പിൾ പരിപാടിയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇത് കുത്തുകല്ല്, അരകല്ലൊക്കെ താഴെ, ഞാൻ വന്ന താഴെ ഇരിക്കുമ്പോൾ അരകല്ലൊക്കെ. അതെ, ഇത് അരകല്ല്, ഇത് അരയ്ക്കാനും ചതയ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും. ഇന്ന് കുറച്ചധികം നമുക്ക് പണിയുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ എന്താണ് ഫുഡ് ഐറ്റം? ഇത് മുറിക്കുന്ന, ഇന്ന് ഒരു പീസ് കഴിച്ചോട്ടെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചുമ്മാ എനിക്ക് വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ, വെറുതെ തുടങ്ങിയോ നമ്മളെ? അത് ഞാൻ വിചാരിക്കുന്നത് തുടങ്ങി നമ്മള്. ചെമ്മീൻ ടാക്കോസ് മസാല. ചെമ്മീൻ ടാക്കോസ് മസാല എന്തോ ടാക്കോബെൽ, മറ്റേ ടാക്കോസ് എനിക്ക് പറഞ്ഞു പഠിക്കാൻ കുറച്ച് സമയം. ഓക്കെ, ചെമ്മീൻ ടാക്കോസ് മസാല. ഈ ടാക്കോസ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ പപ്പടം പോലത്തെ ചപ്പാത്തി, നമ്മുടെ ഈ മെക്സിക്കയിലെ ഒരു ഫുഡാണ്. ഇതിനെ നമ്മൾ മലയാളീകരിച്ച് കേരളത്തിൽ ഇത് കണക്കൊക്കെ എങ്ങനെ കഴിക്കാം, അങ്ങനെയാണോ ടാക്കോസ് എന്നൊക്കെ വന്നത്? അതെ, മലയാളീകരിച്ച പേര്. അല്ല, മലയാളിക്ക് ഇപ്പൊ നമുക്ക് ചെറിയ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ നാണം കയറില്ലേ? ടാക്കോസ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേ ഒരു വികാരം. എന്തിനാ ഇത്? ഇവിടെ എല്ലാം സേഫ് കേട്ടാ. അതെ, ഒന്നും പറയാതെ സൈഡിൽ കൂടെ തുടങ്ങി. അല്ല, കഴിഞ്ഞ പ്രാവശ്യം പുള്ളി കട്ടയ്ക്ക് നിന്നേ, പുള്ളി ഈ കണ്ടുപഠിക്കാനായിട്ടാണല്ലോ, ഈ ഒബ്സർവേഷൻ ആണല്ലോ ഇന്നത്തെ ആക്ടിങ്. ഇന്ന് കുറച്ച് വലിയ ഫുഡ് ആയതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ. ഹെൽപ്പ് വേണ്ടെങ്കിൽ എന്നോട് പറയണം. മാങ്ങ എല്ലാം ഓക്കെ, എല്ലാം അപ്പൊ ആദ്യം ബട്ടർ, ബട്ടറല്ല ബട്ടർ, ബട്ടർ ആദ്യം, ബട്ടര്, പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ടൊക്കെ. എന്താ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്? ഇവര് സമ്മതിക്കില്ല കേട്ടാ. ആദ്യം കുറച്ച് ബട്ടറും പിന്നെ മാങ്ങ നമ്മള് മുറിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. കൊച്ചു പറയുന്നത് കേൾക്കരുത് പറഞ്ഞാൽ ഞാൻ പറയുന്നത് കേൾക്കണ്ടേ? കുറച്ചുകൂടെ ബട്ടർ ഇട്ടെ.
കുറച്ച് ശർക്കര ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞിരുന്നു കഞ്ഞിയും പയറുമാണ് ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ നോൺ വെജ്, ഇപ്പൊ നമ്മളിന്ന് നോൺ വെജ് ആണല്ലോ ഉണ്ടാക്കണേ. നോൺ വെജ് ഫുഡ് ഐറ്റംസ് ഒക്കെ കുക്ക് ചെയ്ത് ശ്രമിച്ചിട്ടുണ്ടോ? എന്താണ്? മീൻകറി ഇഷ്ടമാണ്. മീൻ, ഈ നോൺ വെജിൽ ഏറ്റവും ഇഷ്ടമുള്ള എന്താണ്? മീനാണ്. ഓ സോറി, ഞാനിങ്ങോട്ട് കോൺസെൻട്രേഷൻ മാറ്റുന്നുണ്ട്. ഞാനിങ്ങനെ സംസാരിക്കുമെങ്കിലും കണ്ണും മനസ്സും എല്ലാം, കണ്ണ്, മൂക്ക്, ചെവി എല്ലാം ഇങ്ങോട്ടേക്ക് ആയിരിക്കണം. ഞാൻ പക്ഷെ ഇങ്ങനെ സംസാരിക്കും കേട്ടോ. എന്തിനാ എന്റെ ഇഷ്ടം? എന്താ ഇടിക്കണ്ടേ? ഓക്കെ, എനിക്ക് ഇവിടെ ഒരു പണി തന്നു, ഞാൻ ബിസിയാണ്. മാങ്ങ നമ്മൾ ചതയ്ക്കുകയാണ്. ഓക്കെ, ഇതാ നമ്മൾ ചേട്ടൻ്റെ ആണെങ്കിലും നമ്മൾ മാങ്ങ ചെയ്തത് കാരമലൈസ്ഡ് ആയിട്ടുള്ള മാങ്ങ ഇട്ടു. ഇനി അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമ്മൾ ചതയ്ക്കണം. ഞാൻ ചെയ്യാം. ഇതിന്റെ സൈഡിൽ കൂടെ എന്ത് ചെയ്യണം? 100 പണികൾ എനിക്ക് തരും. ഞാൻ പണിയെടുക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ വെറുതെ തിന്നാൻ. സവോള, തക്കാളി, തക്കാളിയും സവോളയും. സവോള അരിഞ്ഞതുണ്ടല്ലോ. തക്കാളി, ഹാഫ് തക്കാളി. ശരിയല്ലേ? ഓക്കേ, കുറച്ച് മല്ലിയില ഇട്ടു. പച്ചമുളക് എത്ര ഇട്ടു? പച്ചമുളക് ഒരെണ്ണം ചോപ്പ് ചെയ്തിട്ടിട്ടു. പുറത്ത് പോകണേ. അപ്പോൾ നമ്മൾ രണ്ടെണ്ണവും ചതച്ചു, ഇങ്ങനെ ഒരു പേസ്റ്റ് പരുവത്തിലാക്കി. ഇനി ഒരു പച്ചമാങ്ങ എടുക്കുകയാണ്. മതിയോ? ഓക്കെ, രണ്ടുപേർക്കും കൂടെ ഒന്ന് മതി. ഓക്കെ, പച്ചമാങ്ങ എടുക്കുകയാണ്. ഇതാ പച്ചമാങ്ങ എടുത്തിട്ട് നല്ല കുനുകുന സ്ലൈസ് ചെയ്യാം. കുനുകുന. സബചേട്ടൻ അതിൻ്റെ ഒരു പ്രോ ആയതുകൊണ്ട് തന്നെ, നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ സബചേട്ടൻ അത് ചെയ്യുന്നതായിരിക്കും. ഓ ഇല്ലല്ല, ജസ്റ്റ് ചെറിയൊരു, എൻ്റെ അത് കുഞ്ഞായിട്ട് അരിയാണ്. ഇതെന്തിനാന്ന് ഞാൻ ചോദിച്ചാൽ ഞാൻ എന്നോട് പറയൂ, ഇത് കാണുമ്പോൾ നീ കണ്ടാൽ മതിയെന്ന്. ഇടിക്കുന്ന സാധനം അതാ. അതിനകത്തേക്ക് നമുക്ക് മിക്സ് ചെയ്യാം. ഈ ബൗളിലോട്ട് ഇതിൻ്റെ അകത്ത് ഇപ്പം എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ മാങ്ങ എടുത്തിട്ട് കാരമലൈസ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ പച്ചമുളക്, തക്കാളി, സവോള ഒക്കെ ഒന്ന് ചതച്ചു. എന്നിട്ടിപ്പം പച്ചമാങ്ങ എടുത്തിട്ട് അത് കുനുകുന നമ്മൾ എന്താ പറയുക മുറിച്ചിട്ട് അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇരിക്കുന്ന സംഭവം. 3 പച്ചമുളക് ഷടേന്ന് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് പീനട്ട്സ്. ഓക്കെ, ഇഞ്ചി തൊലി കളഞ്ഞിട്ട് എല്ലാം ഷടപടേന്നാണല്ലോ. ഞാനൊന്നും ചെയ്തില്ല, തന്നെ പൊട്ടിത്തെറിച്ചതാ. ചൂടായിട്ടുണ്ട്. സ്പൂൺ നല്ല ചൂടായി, നമുക്ക് വേറെ സ്പൂൺ എടുക്കാം. എന്തെങ്ങോട്ടാണിത്? ജീരകം. പക്ഷെ ഇത് എവിടുന്ന് വന്നു? ബട്ടർ ഇട്ടോ പിന്നെ ഇടട്ടെ. ബട്ടർ ഇട്ടു. അപ്പൊ ഇനി അത് സിമ്മാക്കാം അല്ലേ? ഇത് കുറച്ചുകൂടി സിമ്മാക്കാൻ പറ്റുമല്ലോ. ഓക്കെ, സിമ്മായില്ലേ? സിമ്മായി. കുറച്ച് സുളവ ഇടട്ടെ. കുറച്ചുകൂടെ ഇടണോ? വേണ്ടല്ലോ, ഒരു തവണ ഇട്ടുള്ളൂ. അടുത്ത വലിയ കൈ ആയതുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ടോന്ന് അറിയത്തില്ല. അടുത്ത മല്ലിയില മൊത്തം ഇട്ടു. മല്ലിയില മൊത്തം ഇട്ടു. കാണുന്നുണ്ടല്ലോ, അതെ. നിങ്ങളിങ്ങനെ വിട്ടുപോയരുതേ. വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടത്തില്ല. ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കിയിരിക്കണം. അടുത്തിട്ടില്ല. അടുത്തെന്താ? ഇനി അതെടുത്തിട്ട് ഒരു ബൗള് തരാമോ ഞങ്ങൾക്ക്? എന്താ ബൗളില്ലാത്തത്? ഷെഫിന് മാത്രം 2-3 ബൗൾ എക്സ്ട്രാ കൊടുത്തേക്കാം, ഞങ്ങൾക്ക് ബൗളില്ല. മിക്സിയിൽ വെക്കുക. എന്നിട്ട് എന്താ ചെയ്യാ?
അരയ്ക്കുക. അരച്ച് കിട്ടിയിട്ടുണ്ട്. അരച്ച് കിട്ടിയിട്ടോ? അതെ. കറങ്ങാൻ തന്നെ. ഇത് ഓണായിട്ട് നമുക്ക് ഓണായി. എന്നിട്ട് നമ്മൾ അതിൽ തന്നെ മതിയോ സ്പീഡ്? വെളിച്ചെണ്ണ വേണമല്ലോ. അതിൻ്റെ ഒരു ചോദ്യമാണത്. വെളിച്ചെണ്ണ വേണം. ചൂടാവുന്നു. ഓക്കെ, ഇനി നമ്മുടെ പ്രോൺസ് ഇടാം. ഓക്കെ, എന്നതാണ് ഇത്? ഉപ്പ്. അടുത്തത് ഇത് ഉപ്പിട്ടു. ബട്ടർ ഇട്ടോ? അതാ എന്നാ ബട്ടർ കുറച്ചുകൂടി ഇടാം. ഓക്കെ. അല്ല സബചേട്ടൻ ഇങ്ങനെ മിമിക്രി അങ്ങനെ എന്തൊക്കെ ചെയ്യില്ല? മിമിക്രി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇല്ല ഞാൻ ചെയ്തില്ല. അപ്പൊ പണ്ട് മുതലേ ഇഷ്ടമായിരുന്നു സിനിമയിലേക്ക്. ഞാൻ നാടകം പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പം സ്കൂളില് സബ് ജില്ലയിലോട്ട് പോയി. സ്കൂളിൽ നിന്നും സബ് ജില്ലയിൽ നിന്നൊക്കെ ബെസ്റ്റ് ആക്ടറൊക്കെ കിട്ടിയ സമയത്ത് നമുക്കൊരു ഈ പണിക്ക് മാത്രമാണ് ഇമാതിരി പരിപാടികളൊക്കെ കിട്ടുന്നല്ല. പഠിച്ചിട്ടോ ഓടിയിട്ടോ സ്പോർട്സിനൊന്നും എനിക്ക് ആ വക അപ്രീസിയേഷൻ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഇത് എനിക്കതൊരു ഹരമായി. പിന്നെ എല്ലാ വർഷവും ഈ നാടകം ചെയ്യും. ഇത് വേണ്ടിയിട്ട് കാത്തിരിക്കും. യൂത്ത് ഫെസ്റ്റിവൽ വരുന്ന സമയം കാത്തിരിക്കും. എന്നിട്ട് എല്ലാ വർഷവും ചെയ്യും. അങ്ങനെ ഇതിനോട് ഇഷ്ടമായി. പിന്നെ ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് ഒരു അവിചാരിതമായിട്ട് ഡ്രാമ സ്കൂൾ ഉള്ള കാര്യം അറിയുന്നത്. അപ്പൊ അങ്ങനെ. അല്ല, തൃശ്ശൂര്, അരണാട്ടുകര, ലാലൂര്. തൃശ്ശൂർ വരുവാണോ പാലക്കാട്? അങ്ങനെ ഡിഗ്രി കോഴ്സാണ്. ഇപ്പൊ ഞാൻ ഡ്രാമ സ്കൂളിൽ ഡിഗ്രിയും PGയും കൂടെ ഡ്രാമ സ്കൂളിൽ ഞാൻ ചെയ്തായിരുന്നു. നാരങ്ങ അത് വെറുതെ മുറിച്ച് വെച്ചാൽ അത് ചെയ്തിട്ടില്ല ഒന്നും. ഇങ്ങനെ ഇതിന് കൂട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതാവത്തുള്ളൂ. ഇതെന്താണ്? പിഴിഞ്ഞു വെച്ച നാരങ്ങയുടെ പീസ്. അതവിടെ വെറുതെ മുറിച്ച് വെച്ചിട്ടേ ഉള്ളൂ. സോറി ഞാനില്ല. ഞാൻ ഈ പരിപാടി നിർത്താം. ഷെഫ് കുറച്ച് സ്ലോ ആക്ക ഷെഫ്. യെസ് മൈ ബോയ്സ്, നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കല്ലേ. ആ കൊഞ്ച് വെന്തോ? പ്രോൺസ് വെന്തോ? അതൊന്നും നോക്കില്ല. ആ സമയത്ത് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. പ്രോൺസിന്റെ തലയും വാലും തമ്മിൽ പൊട്ടുമ്പോഴാണ് പ്രോൺസ് വേവാറ്. പൊട്ടിയിട്ടില്ലെങ്കിൽ അതെ ഇങ്ങനെ മേളിലോട്ട് പോയാൽ ഓവർ കുക്ക്ഡ് ആണ്. എടുത്ത് നോക്കണല്ലോ. വെള്ളം ആഡ് ചെയ്തു. മൊത്തം ഒഴിച്ചായിരുന്നു കേട്ടോ. എന്താ ഇപ്പം ഇടുന്നത്? ഇതെടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. മൊത്തം ഒഴിച്ചു. അതിനകത്ത് മൊത്തം ഉണ്ടായിരുന്നു. അത് നോക്കിയായിരുന്നു. അതിനകത്ത് നോക്കി. ആ കൊച്ചു നോക്കി കേട്ടോ. കൊച്ചിനെ ആരും ഇതുവരെ ഭീഷണിപ്പെടുത്തിയില്ല. എപ്പോഴും ഞാനായിരുന്നു. ഇതെന്തോ എടുത്തിടുന്നുണ്ട്. ഞാൻ ഇട്ടായിരുന്നു. മാന്ത്രിക മസാല എന്ന് പറയും. മാന്ത്രിക മസാല മുളപ്പിച്ചു. ഓം ശരിക്കും ഒഴിക്കട്ടെ. ചൂടായോ? ചൂടായി. മൊത്തം ഇല്ലട്ടോ. കുറച്ചുകൂടെ തോന്നുന്നു. എന്തെന്നാ ഉപ്പും പഞ്ചസാര ഇട്ടതാ കൊച്ചേ? ഉപ്പും ജാഗിരിയും അല്ലേ? പഞ്ചസാര ഇട്ടത് ശകലം വേണമെങ്കിൽ ഇട്ടാ മതി. ഉപ്പും പഞ്ചസാരയും. പിന്നെ അതെന്താ? തേങ്ങാപ്പാലോ? അല്ല, പശുവും പാല്. പഞ്ചസാരയൊന്നും ഇട്ടില്ല നമ്മള്. ഇനി തേങ്ങാപ്പാൽ. അല്ല, പശുവും പാൽ. ഇത്ര കഴിച്ചുള്ളൂ. ഓക്കെ. എന്താണ് ഇനി അടുത്തത്? എണ്ണ. കുറച്ചുകൂടി എണ്ണ. അതൊന്നുകൂടെ ഒന്ന് ഇളക്കിക്ക്. എന്നിട്ട് നമുക്ക് എണ്ണ ഇടാം. ഉപ്പ് ഇനിയാണോ? പച്ചവെള്ളം പിടിച്ചു. ഓക്കെ. ഇനി കുഴക്കണം. ഓക്കെ. ഇനി അതിങ്ങനെ മാവാക്കണം. പക്ഷെ മാവല്ല, മാവാക്കണം. അങ്ങനെ ആക്കണം. ചപ്പാത്തിയുടെ നമ്മളിങ്ങനെ ഇതാക്കുമല്ലോ, അങ്ങനെ. അത് ഞാൻ ചെയ്യാം. ശരിക്കും ഇതിനൊക്കെ ഗ്ലൗസ് വേണ്ടേ? എന്താണ് ഷെഫിന്റെ കൈക്ക് പൊള്ളുന്നില്ലേ?
അതിന് ചൂടില്ലടാ. മുമ്പൊക്കെ ഇങ്ങനത്തെ ഇത്ര മാരകമായിട്ടുള്ള കുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ആരാ? ആരെ പറ്റിയാ? കണ്ടിട്ട് പോലും ഇല്ല. ഇതാണ് ഫ്രഷ്. ഇനി ഇതുപോലെയൊക്കെ ചെയ്യുവോ? ഏതാ ഇതുപോലത്തെ ഇങ്ങനത്തെ വളരെ നമ്മൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കൈ പൊള്ളിച്ചുകൊണ്ടുള്ള ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ അഡ്വഞ്ചർ. അപ്പൊ നമ്മള് ഇവിടെ നമ്മുടെ സക്സസ്ഫുള്ളി റെഡി ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് പൊടി ഇട്ടിട്ട് അതിന്റെ മുകളിലേക്ക് എങ്ങനെ ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് വെച്ച് ഞാൻ ഒന്ന് വെതറട്ടെ. ചൂടത്ത് വേണ്ട പറയണ്ട, ഒന്ന് വെതറാം എന്റെ ഒരു ഹെൽപ്പിന് വേണ്ടിട്ട്. അതെങ്കിലും ഒന്ന് മര്യാദ കുറച്ചുകൂടെ നോക്ക്. ഇനി അതിന്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു ഓക്കെ. എന്നിട്ട് നമ്മൾ കുട്ടി 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 ഉണ്ടകളാക്കി നമ്മൾ ഫ്രൈങ് പാൻ എടുത്തിട്ട് വെച്ചു. ഇത് ഞാൻ കത്തിക്കട്ടെ. അവിടെ കത്തിച്ചിട്ടില്ല കേട്ടോ. ഓ, വളരെ നല്ല ഒബ്സർവേഷൻ ആണ് കേട്ടോ. ഞാൻ ചെയ്യുന്നില്ല, ചേട്ടൻ ചെയ്തോ. കാണിച്ചു തന്നു. കറക്റ്റ്. ഇതെടുത്തിട്ട് വന്നിട്ട് ബട്ടർ 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 ഇവിടെ ഇവിടെ അടുത്ത് ഇടണം. അയ്യോ, ഒരു എന്നെ ടെൻഷൻ ആക്കല്ലേ. എത്ര ബട്ടർ ഇട്ടു? അതെ, അത് അത്ര ബട്ടർ ഇട്ടു. എന്നിട്ട് ഇതെടുത്തിട്ടെ ഇട്ടേ ഇടുവാണേ. ഇത് നശിപ്പിച്ചിട്ടില്ല, കറക്റ്റ് സർക്കിളാണേ. നമ്മുടെ ബട്ടർ ചെറുതായിട്ടൊന്ന് കരിഞ്ഞോന്നൊരു സംശയമുണ്ട്. പക്ഷെ കുഴപ്പമില്ല. തീ കുറയ്ക്കണ്ടേ നമ്മള്? തീ കുറയ്ക്കട്ടെ നമ്മള്. ഇത് ഞാൻ സർക്കിളാക്കട്ടെ. കുറച്ച് പുകയൊക്കെ ഉണ്ടാവും. നേരത്തെ ചോദിച്ചില്ലായിരുന്നു ഇത് ഉണ്ടാക്കുമെന്ന്. ആ ചോദ്യം ഇപ്പൊ എന്നോട് ചോദിക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല. ഓക്കെ, കേൾക്കേണ്ടി വരും. ഹലോ, മനഃപൂർവ്വം കറങ്ങിയത് അതെന്ത് സംഭവിച്ചത്? അതെന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മളതൊന്ന് ചെറുതായിട്ടൊന്ന് ഇവിടെ ഇൻവോൾവ് ആയി പോയതാ. ഓക്കെ, പ്ലേറ്റ് ചെയ്തോളൂ. നമ്മുടെ പ്രോൺസ്. ഓക്കെ, എന്ത് പ്രോൺസ് നോക്കി എടുത്തിടാം. വാലുമൂട് ഒട്ടും. വാലുമൂട് ഒട്ടും, അതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അരപ്പും പിന്നെ നമ്മൾ മറ്റേ ആ മിക്സ് ഉണ്ടാകുന്ന കുറച്ച് ദോശ. നിങ്ങൾക്ക് പറയാൻ എളുപ്പത്തിൽ അതല്ലേ നല്ലതാ. ഓ, അങ്ങനെ. That's it, my boys. Ready? It's ready to break. Yeah. കഴിക്കാൻ The tacos. The tacos. The tacos. Chemin masala. Chemin masala. Yes. കുട്ടികൾ ഇത് ട്രൈ ചെയ്യരുത്. ശിക്ഷണം എപ്പോഴും നന്നായിരിക്കും. ഇത് നമ്മൾ കൺഗ്രാജുലേഷൻസ്. ഇത്രയൊക്കെ കട്ടയ്ക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്തു. ഞാനും കൂടെ കഴിച്ചോ. പിടി ഒരുമിച്ച്. ഞാൻ അങ്ങനെ ഒരുമിച്ചോ? രണ്ട് പ്ലേറ്റായിട്ട് കഴിക്കാം. ആ പ്രോൺസോടെ ചേർത്ത് കഴിക്കണം. எப்படி இருக்கு? സൂപ്പർ. കിണ്ണാച്ചി കെടിലൻ. വേറെ നിങ്ങൾക്കുള്ളത് അവിടെ ഇല്ലേ? എനിക്കും അത് ഇന്ന് നോക്കിയിരിക്കുന്നോണ്ട് ഞാൻ ഓർത്ത് ഇനി എന്നോട് എടുക്കാൻ പറഞ്ഞാണോന്ന്. കഴിക്കട്ടോ, കഴിക്കേ. ഓക്കെ, കഴിക്കട്ടെ. ഭയങ്കര പ്രസന്റേഷൻ അല്ലേ? കടി. പ്രോൺസ് കൂടാ. ഓ, അവിടുത്തെ എക്സ്പ്രഷൻ ഞാൻ തന്നെ. സൂപ്പർ. ഇത് കഴിക്കണ്ടേ? വേണം. എനിക്ക് കുറച്ച് പേടിയുണ്ട്. അല്ല, നേഹ പറയും. ഞാൻ പറയും. എനിക്ക് പ്രോൺസ് അലർജി, അതുകൊണ്ടാണ്. എനിക്ക് ചുമ്മാ മുഖത്ത് നോക്കി പറ. ഞാൻ പ്രത്യേക പ്രോൺസ് വെച്ചിട്ടുണ്ട്. അതെന്താ അങ്ങനെ? അല്ല, കഴിക്കാം.
ഓക്കെ ഓ അങ്ങനല്ലേ അങ്ങനെയൊക്കെ നമ്മളുണ്ടാക്കിയൊന്നും കഴിക്കൂല. നമ്മളുണ്ടാക്കിയത് അല്ല ഞാൻ പറഞ്ഞത് അടിപൊളിയാ അടിപൊളിയോ? അടിപൊളിയാ ആണ്. മാങ്ങ എന്നെ ടേസ്റ്റ് സമാധാനിപ്പിക്കാൻ അല്ല ഇത് കഴിച്ചു നോക്ക്, ഇല്ല നോക്കിയതാ ഇത് കഴിച്ചു നോക്ക്, ഇത് കഴിച്ചു നോക്ക്, കലാസയുടെ സ്റ്റാറ്റ്യൂട്ടറി വാണിക്കുന്ന അടിപൊളി ഇത് കഴിച്ചു നോക്ക്. അത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയതല്ലേ, ഇതിന്റെ സൈഡ് കഴിച്ചു നോക്ക്. അല്ലേ മാങ്ങയുടെ ടേസ്റ്റ്. ഈ പ്രോൺസ് പിടിക്കാം, പ്രോൺസ് കഴിക്കാം. മൊത്തം തിന്നോ. എന്നെ കൊണ്ട് തന്നെ ഞാനിത് കഴിക്കും. ഓക്കെ ഞാൻ അതിനകത്ത് പ്രോൺസ്, ഇത് പ്രോൺസ് പ്രോൺസ് ഉണ്ട്, അതും കഴിക്കാം. നല്ലയില്ലേ? അല്ല കൊള്ളാം, അല്ലേ നല്ല. നന്നായിരുന്നു. ആ കുഴച്ചേന നമ്മൾ ചെയ്തൊരു ഇത് വെച്ച് നോക്കുമ്പോ കിടിലനാണ് ആക്ച്വലി. ഷെഫിനെ പോലെ അത്ര പ്രൊഫഷണൽ അല്ലല്ലോ നമ്മള്. അത് നമ്മൾ ആദ്യം ചെയ്തല്ല, എന്നാലും നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്, ഇവിടെ വരെ എത്തിയില്ലേ? ഉണ്ട് ഒരു കഞ്ഞിയും പേരോട്ട് നമ്മൾ തുടങ്ങിയതാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടാക്കോസ് ചെമ്മീൻ മസാല. യെസ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നമ്മളിപ്പോ ഓൾറെഡി ഈ എപ്പിസോഡിന്റെ ആദ്യം പറഞ്ഞത് 20 എപ്പിസോഡോളം കഴിഞ്ഞു. അപ്പോൾ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ആണ് നമ്മളിവിടെ കുക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതില് ഞാനിപ്പോൾ ഞാൻ ഷെഫാണ് കൂടെ ത്രൂ ഔട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഉണ്ടാക്കിയതും പക്ഷെ ഇത്രയും ഡിഫിക്കൽട്ടായിട്ട് ഉണ്ടാക്കിയപ്പോൾ കഴിച്ചപ്പം നല്ലൊരു ടേസ്റ്റും ഫീൽ ചെയ്ത് ഒരു ഇതായിരുന്നു. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഷെഫ് വേഗം ചെയ്തുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. നമ്മളിങ്ങനെ ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് അല്ല, ഇത് ഏറ്റവും ഈസിയാണ്. കാരണം മാവ് ചൂടുവെള്ളത്തിൽ കുഴച്ചുരുട്ടുക എന്നുള്ളതേ ഉള്ളൂ. അതാ പരിചയക്കുറവുകൊണ്ട് തോന്നി. പരിചയക്കുറവ് കൊണ്ടാണ്. പരിചയക്കുറവ് കൊണ്ട് എനിക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നി. സബച്ചേട്ടന് ഈസി ആയിരുന്നു. അപ്പം അല്ലേ ഒന്നും ഇനി പറയണം. അപ്പം ചേട്ടാ ഇന്ന് നമ്മുടെ ഫൈനൽ എപ്പിസോഡാണ്. എന്ത് തോന്നുന്നു ഇന്നത്തെ ഒരു കുക്കിംഗ് സംഭവ വികാസം? അയ്യോ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിന്റെ അതേ ലാഘവത്തോടു കൂടിയിട്ടാണ് വന്നത്. അല്ല കഴിഞ്ഞ ലാഘവത്തോടെയാ വന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് പക്ഷെ നല്ല ഇത് എനിക്ക് വീട്ടിൽ പോയിട്ട് ഞാൻ എന്തായാലും ഒരു തവണ ഇതോ ഇത് ഇത് ട്രൈ ചെയ്തൂടെ? ചലഞ്ചസ് എടുക്കുന്ന എന്നിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് പുള്ളിക്ക് അയച്ചു കൊടുക്കും എന്നായിരുന്നു എന്റെ ഫൈനൽ. അപ്പോഴത്തേക്ക് ഇതോ എന്ന് പറഞ്ഞിട്ട് എന്നെ വളരെ കൊച്ചാക്കി കൊച്ചാക്കി. അപ്പൊ നമുക്ക് പോണതിന് മുമ്പ് കുറച്ച് ഗിഫ്റ്റ്സ് അല്ലേ? മനസ്സിലായില്ലേ ഉദ്ദേശം? മനസ്സിലായി. നമ്മൾ ഗിഫ്റ്റ് ഇട്ട് സോപ്പ് ഇട്ടിട്ടാണ് സബച്ചേട്ടനെ ഇവിടുന്ന് വിടാം. സോപ്പാണോ ഗിഫ്റ്റ്? റിച്ച് ഇൻ ന്യൂട്രീഷൻ, സൂപ്പർ റിച്ച് ഇൻ ടേസ്റ്റ് നമ്മുടെ സ്പൈസ് കേക്സിന്റെ ബട്ടർ സ്കോച്ച് കേക്കാണ്. കഴിക്കണം കേട്ടോ. കുഞ്ഞുങ്ങളുടെ പൂമേനിക്ക് സുഗന്ധം പകരാൻ നമ്മുടെ പൈതൃക വെർജിൻ കോക്കനട്ട് ഓയിൽ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഇത് കൊണ്ടുപോയായിരുന്നു. എന്നിട്ട് ഷെഫിനൊന്ന് ചോദിക്കാറുണ്ട്. പരിശുദ്ധിയുള്ള പാചകം, ആരോഗ്യമുള്ള ജീവിതം നമ്മുടെ വെൽവേന്റെ പ്യുർ കോക്കനട്ട് ഓയിൽ ആണ്. കുറെ എണ്ണയുണ്ടല്ലേ. സീക്രട്ട് വൈറ്റൽസ് ബൈ GRTS ഫുഡ് പ്രൊഡക്ട്സ്. മേജർ പുട്ടുപൊടി, ഇത്തിരി പൊടിക്ക് ഒത്തിരി പുട്ട്. അപ്പൊ ഇത് എത്രയോ കാലം നമുക്ക് ഇങ്ങനെ പുട്ടൊക്കെ കഴിച്ച് ജീവിതം ജീവിക്കാം. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ഫൺ ഫിൽഡ് ആയിട്ടുള്ള വെരി എന്താ പറയാ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. ആൻഡ് അടുത്ത എപ്പിസോഡ്സിൽ നമ്മൾ വീണ്ടും കുറെ അധികം പുതിയ ഡിഷ് ഇങ്ങനെ വെറൈറ്റീസ് ആയിട്ടുള്ള 20 എപ്പിസോഡ്, 30 എപ്പിസോഡ്, 50 എപ്പിസോഡൊക്കെ നമ്മൾ 100 അത് വരട്ടെ 50, 100 നമ്മളങ്ങ് കടന്ന് നമ്മൾ ആൾക്കാർ കഴിച്ചിട്ടില്ലാത്ത പുതിയ അത്രയും വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. ഒട്ടകത്തിന്റെ ഇറച്ചിയാണ് 100ാമത്തെ എപ്പിസോഡിൽ. അതെ, നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ അത് അബ്ദുള്ളയാണ് വരുന്നത് എപ്പിസോഡിൽ ആങ്കർ. അതെ, അപ്പം എന്തായാലും അടുത്ത എപ്പിസോഡ് വരയ്ക്കും വൈൻഡിങ് അപ്പ് ആൻഡ് സൈനിങ് ഓഫ് ഫ്രം നേഹ മാത്യു, ഷെഫ് നാഥൻ ആൻഡ് ശരത് സഭ. ബൈ.